വാസ്തവമാണ്. ഒരു കാര്യം ഞാനകത്ത് കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഇതിനകത്ത് ഈ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഇതുപോലുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ചെറുപ്പക്കാർ, അവരാണ് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒന്ന് ഇപ്പം നമ്മൾ നോക്കൂ, CPM ലീഡേഴ്സ് എല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന തിരക്കിലാണ്. അവരെല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിശക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ്, ശരിയോ? ആ ചർച്ചയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ഇവർ പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ് എന്ന് പറയുമ്പോൾ നാളെ എന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്ന് കരുതി, അല്ലെങ്കിൽ സ്വരാജ് പറഞ്ഞു എന്ന് പറയും. സ്വരാജാണല്ലോ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ. സ്വരാജ് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ്, അവർ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നതാണെന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ മറ്റുള്ളവർ പറയാണ് ജമാഅത്തെ ഇസ്ലാമി നിലങ്ങ് മാറ്റിയിട്ട് മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്നും മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്നുമാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിന്നീട് ചിത്രീകരിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം ഉണ്ടായത്. അങ്ങനെയല്ലേ വിശദീകരിച്ചത്? അപ്പോൾ നാളെ ഈ പറയുന്ന CPM നേതാക്കളെല്ലാം പറയാം. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോ അണികളോ സാധാരണഗതിയിൽ ഇത് പറയാറില്ല. അവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമായിട്ട് എടുക്കുക. നമ്മൾ രാഷ്ട്രീയ സംഘടനയാണ്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയാണ്, രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്കെതിരെ ആരോപണം വരുന്നത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ എതിർക്കുകയാണ് എന്നാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലുള്ള ചില സംഘടനകളും അവരുടെ ചില പ്രവർത്തകരും, ജമാഅത്തെ ഇസ്ലാമിക്കാർ എല്ലാവരും എന്നല്ല, അവരിൽ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്, ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളുകളുണ്ട്. ഞാൻ പറയുന്നത് പൊതുവിൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കാണുന്നത് അവർ ഈ മുസ്ലിം സംഘടനകൾ എത്രമാത്രം ഉണ്ട്, അതിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനയെ എതിർത്താൽ അവരുമെല്ലാം അതിനകത്ത് ആ സംഘടനയുടെ പേരങ്ങ് കട്ട് ചെയ്ത് മാറ്റും. ഞാൻ പറയുന്നത് ഈ ലിറ്ററലി കട്ട് ചെയ്ത് മാറ്റില്ല, അതങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് മാറ്റിയിട്ട് കണ്ടില്ലേ ഇവരിങ്ങനെ മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറയും. എന്നിട്ട് ഈ ആളുകളെ മുഴുവൻ ഈ മുസ്ലിം വിരുദ്ധരാക്കിയിട്ട് അങ്ങ് മാറ്റും. അതാണ് VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ നടന്നത്. ഞാൻ പറയുന്നത് ഈ പറയുന്ന കേരളത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചൊന്ന് നിന്ന് തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്ന ആലപ്പുഴയിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ജനിച്ചു വളർന്ന ഈ മനുഷ്യനെ ഇയാൾ മുസ്ലിം വിരുദ്ധനാണ്, ഒരു രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞപ്പോൾ മുസ്ലിം വിരുദ്ധനാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ, ഞാനിപ്പോഴും പറയുന്നത് ശ്രമിച്ചിട്ട് അവർ തീർന്നുപോയി, അവരാണ് തീർന്നു.